45 വയസ്സുള്ള IT ഉദ്യോഗസ്ഥൻ വീട്ടിൽ ഞായറാഴ്ച വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു നെഞ്ചുവേദന വരുന്നു. നെഞ്ചിലൊരു ഭാരം കയറ്റി വെച്ചതുപോലെ നെഞ്ച് കിടന്ന് പടപട ഇടിക്കാൻ തുടങ്ങുന്നു. കണ്ണിൽ ഇരുട്ട് കയറുന്നു, ശ്വാസമുട്ടൽ പോലെ തോന്നുന്നു, ശരീരം വിയർത്തൊലിക്കുന്നു. താൻ ഇപ്പോൾ വീണ്ടും മരിച്ചു പോകും, അല്ലെങ്കിൽ തൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം തെറ്റിപ്പോകും എന്ന് തോന്നുന്ന തരത്തിൽ കഠിനമായ അസ്വസ്ഥത. അദ്ദേഹം ശരിക്കും ഭയന്നുപോയി. ഒരു ഹൃദയാഘാതം വരികയാണെന്ന് തന്നെ ധരിച്ചു. വീട്ടുകാരോട് പറഞ്ഞു. ഉടനെ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ ഹൃദ്രോഗ വിദഗ്ധനെ കാണിച്ചു. ECGയും എക്കോയും രക്തപരിശോധനകളും ഒക്കെ ചെയ്തു. എല്ലാം നോർമലാണ്. ഒരു ആൻജിയോഗ്രാം വരെ ചെയ്തു നോക്കി. യാതൊരു തകരാറുകളുമില്ല. ശാരീരികമായി മറ്റെന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്നറിയാൻ എക്സ്റേയും മറ്റു പരിശോധനകളും സ്കാനിങ്ങും ഒക്കെ ചെയ്തു നോക്കി. ഒരു ശാരീരിക രോഗത്തിൻ്റെയും ലക്ഷണങ്ങളില്ല. ഒടുവിൽ ഡോക്ടർ പറഞ്ഞു, എല്ലാം നിങ്ങളുടെ തോന്നലായിരുന്നു, നിങ്ങൾക്കൊരു കുഴപ്പമില്ലായിരുന്നു. ആശ്വാസത്തോടെ വീട്ടിലേക്ക് എത്തി. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേ ലക്ഷണങ്ങൾ ആവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഗതി വരുന്നത്? ചികിത്സിക്കുന്ന ഡോക്ടർമാരെല്ലാം പറയുന്നു, നിങ്ങൾക്കൊരു കുഴപ്പമില്ല, ഹൃദയം പെർഫെക്റ്റ് ആണ്, മറ്റ് ശാരീരിക രോഗങ്ങളൊന്നുമില്ല. പക്ഷേ ഈ നെഞ്ചിടിപ്പ് കൂടുകയും നെഞ്ചിന് ഭാരം അനുഭവപ്പെടുകയും ശ്വാസം കിട്ടാതെ വരികയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ എന്തുകൊണ്ട് വരുന്നു? ഇത് പാനിക് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഉത്കണ്ഠ രോഗത്തിൻ്റെ ലക്ഷണമാകാം. ഈ പാനിക് ഡിസോർഡറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം പാനിക് അറ്റാക്ക് എന്ന് പറയുന്ന ഉത്കണ്ഠ അവസ്ഥകളാണ്. ഒരു 10-15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന അതിതീവ്രമായ ഉത്കണ്ഠയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം. ഈ സമയത്ത് നെഞ്ചിടിപ്പ് കൂടും, നെഞ്ചിൽ വേദന അല്ലെങ്കിൽ അസ്വസ്ഥത വരും, ശ്വാസം കിട്ടാതെ വരും, തൊണ്ടയിലെന്തോ തടഞ്ഞിരിക്കുന്ന പോലെ തോന്നും, കണ്ണിൽ ഇരുട്ട് കയറും, കൈകാലുകൾക്ക് വിറയൽ വരും, വിരൽത്തുമ്പുകൾ തണുത്ത് വിറങ്ങലിക്കുന്ന പോലെ തോന്നും, വയറ്റിലൊരു കത്തൽ വരും, നടക്കുമ്പോൾ ബാലൻസ് തെറ്റുന്ന പോലെ തോന്നും, തൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം ഇപ്പോൾ വിട്ടുപോകുമെന്ന് തോന്നും, അല്ലെങ്കിൽ താൻ ഇപ്പോൾ വീണ്ടും മരിച്ചു പോകുമെന്ന് തോന്നും. ഈ ലക്ഷണങ്ങളിൽ ഒരു 4 എണ്ണമെങ്കിലും ഒരേ സമയം തുടർച്ചയായി പ്രകടമായാൽ അതൊരു പാനിക് അറ്റാക്ക് എന്ന് പറയുന്ന അവസ്ഥയാണ്. 1 മാസക്കാലമെങ്കിലും തുടർച്ചയായി ആവർത്തിച്ച് പാനിക് അറ്റാക്കുകൾ വരുന്ന അവസ്ഥയാണ് നമ്മൾ പാനിക് ഡിസോർഡർ എന്ന് പറയുന്നത്. നമ്മുടെ തലച്ചോറിൽ നിലനിൽക്കുന്ന ഗാമ അമൈനോ ബ്യൂട്ടൈറിക് ആസിഡ്, സെറട്ടോണിൻ തുടങ്ങിയ രാസവസ്തുക്കളുടെ അളവ് കുറയുന്നതാണ് ഈ ഒരു രോഗാവസ്ഥയ്ക്ക് കാരണം. അപ്പോൾ അവർക്കുണ്ടാകുന്ന ഈ അനുഭവങ്ങളെല്ലാം യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് ഹൃദ്രോഗത്തിൻ്റെയോ മറ്റ് ശാരീരിക രോഗങ്ങളുടെയോ ലക്ഷണമല്ല, മറിച്ച് തലച്ചോറിലെ വ്യതിയാനത്തിൻ്റെ ലക്ഷണമാണ്. കൃത്യമായിട്ടും ഇത് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയും. പൂർണ്ണമായും ഭേദപ്പെടുത്താൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് പാനിക് ഡിസോർഡർ. തലച്ചോറിലെ ഗാബയുടെയും സെറട്ടോണിൻ്റെയും അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന ചില മരുന്നുകളും ചില ദീർഘശ്വസന വ്യായാമങ്ങൾ പോലെയുള്ള ചില റിലാക്സേഷൻ പരിശീലനങ്ങളും ചിന്തകളിലെ വൈകല്യങ്ങൾ തിരുത്താനുള്ള ബൗദ്ധിക പെരുമാറ്റ ചികിത്സയും, ഇത് 3 ഒരുമിച്ച് ഉപയോഗിച്ചാൽ പൂർണ്ണമായും ഈ പാനിക് ഡിസോർഡർ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റും. പാനിക് ഡിസോർഡർ ഉള്ള ആളുകൾ മറ്റ് ചില ജീവിതശൈലി ക്രമീകരണങ്ങൾ കൂടെ പാലിക്കണം. ചായ, കാപ്പി തുടങ്ങിയ കാര്യങ്ങൾ അവർ പരമാവധി ഒഴിവാക്കണം. കാരണം അവയിലുള്ള കഫീൻ പലപ്പോഴും ഈ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കാൻ കാരണമാകും. കോള പദാർത്ഥങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുന്നതാണ് നല്ലത്. മദ്യവും സിഗരറ്റും കഞ്ചാവും അടക്കമുള്ള എല്ലാ ലഹരി വസ്തുക്കളും ഇവർ പരിപൂർണമായി വർജിക്കണം. ഇതിനോടൊപ്പം ചിട്ടയായി ഒരു ദിവസം 45 മിനിറ്റെങ്കിലും സൂര്യപ്രകാശം കൊണ്ട് നടക്കുക, ഉറക്കം നഷ്ടപ്പെടാതെ നിദ്രാശുചിത്വ വ്യായാമങ്ങൾ കൃത്യമായി പാലിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ പാനിക് ഡിസോർഡർ പൂർണ്ണമായും ചികിത്സയിലൂടെ മാറ്റാൻ പറ്റും. 12 മുതൽ 18 മാസം നീണ്ടു നിൽക്കുന്ന ചികിത്സയിലൂടെ പരിപൂർണമായിട്ട് ഇത് മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ തൊട്ടു മുമ്പ് സൂചിപ്പിച്ച ജീവിതശൈലി ക്രമീകരണങ്ങൾ കൃത്യമായി പാലിച്ചാൽ ഭാവിയിൽ ഇത് ആവർത്തിക്കുന്നത് തടയാനും സാധിക്കും. നന്ദി, നമസ്കാരം.